Hi everybody, welcome back to our channel Indus Recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുസംബി ജ്യൂസിന്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യം തന്നെ ഈ മുസംബി കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കണ്ണുകളുടെ ആരോഗ്യത്തിനും സ്കിന്നിന്റെ ബ്രൈറ്റ്നസിനും മുടികൊഴിച്ചിൽ മാറാനും ഇത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് മാത്രമല്ല പ്രഗ്നന്റ് ലേഡീസിന് ഉണ്ടാകുന്ന മോർണിംഗ് സിക്നസ്, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് ഇതെല്ലാം മാറിക്കിട്ടാനും മൂസമ്പി വളരെ നല്ലതാണ്. മൂസമ്പി ഡെയിലി കഴിക്കുന്നത് വഴി കൊളസ്ട്രോൾ കുറയാനായിട്ട് കാരണമാകും. അപ്പോൾ കൊളസ്ട്രോൾ പേഷ്യൻസിന് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും തന്നെ അറിയുന്ന റെസിപ്പിയാണ്. ഞാനൊരു 3 മൂസമ്പിയാണ് വാങ്ങിയിട്ടുള്ളത്. മൂസമ്പി ജ്യൂസ് കയ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണേന്ന് നമുക്കിപ്പോൾ കാണാട്ടോ. ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ പൾപ്പ് എടുക്കാറ്. ഒന്നില്ലെങ്കിൽ ഇതുപോലെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് കട്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. ഞാനപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂസമ്പി എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഉള്ളിലുള്ള കുരുക്കളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതെടുത്ത് മാറ്റണം. ഈ കുരു ഒരെണ്ണം കിടന്നാൽ പോലും ഈ ജ്യൂസിന് നല്ല കയ്പ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. കുരു എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ജ്യൂസ് കിട്ടുകയും ചെയ്യും. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പൾപ്പ് മാത്രമായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയിടും. അതിനുശേഷം ബാക്കി അതിൻ്റെ അത് വരുന്ന കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അതിലും ഇങ്ങനെ നീരുണ്ടാവും. അത് ഇതുപോലെ നാരങ്ങ പിഴിയുന്ന പോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനത്തെ മെത്തേഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അപ്പം ഞാനിത് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മൂസമ്പി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. ഒരു 5-6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം എക്സ്ട്രാ ഞാൻ ചേർക്കുന്നതേ ഇല്ല കേട്ടോ ഈ ജ്യൂസിൽ. ഹെൽത്തി ആയിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് വെള്ളം ചേർക്കാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ പഞ്ചസാര ഒഴിവാക്കുന്നതും നല്ലതാണ്. ഇപ്പം ഞാൻ സ്വീറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ മൂസമ്പി ജ്യൂസിൽ എപ്പോഴും നമ്മൾ ചേർക്കേണ്ട ഒരു സാധനമാണ് ഉപ്പ്. ഉപ്പ് ഒരു പിഞ്ച് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് കിട്ടും. മൂസമ്പി കട്ട് ചെയ്ത് വെറുതെ കഴിക്കുമ്പോഴും അതിൽ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കരുത്. ഒരു പിഞ്ച് ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ട് കുടിക്കണം എന്നുള്ളവർ ഈ പൾപ്പ് കൂടി കുടിക്കുക. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരും ഈ പൾപ്പും കൂടി അരിച്ച് മാറ്റാതെ തന്നെ കഴിക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൾപ്പ് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അത് നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. സ്കിന്നിന് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള മുസംബി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ആണെങ്കിൽ വളരെ വലുതാണ്. അപ്പോൾ നിങ്ങളിനി മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മുസംബി വാങ്ങാനായിട്ട് മറക്കരുത്. ഇതുപോലെ ഉപ്പൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് ജ്യൂസ് ഉണ്ടാക്കി എടുക്കുക, കുടിക്കുക. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. കൊറോണ ടൈമാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.